ആ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. എവിടെയാ പോ? ഞാൻ സൗദിയിലാണ്. നാട്ടിൽ നിന്ന് പോയപ്പോ? നാട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ 1 വർഷം 4 മാസമായി. അന്ന് നാട്ടിലുണ്ടോ? അന്ന് ഈ വിഷയം നടക്കുന്ന സമയത്ത്? ഇല്ല, ഞാൻ കഴിഞ്ഞ കൊല്ലം മാർച്ചിനാണ് കയറിയത്. എന്താണ് നിലവിലെ സ്ഥിതി? നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞ അങ്ങനെ ഇത് നോക്കണമെന്നില്ലായിരുന്നു. ഇപ്പൊ ഇന്നലെ ജോസമാഷിന്റെ വീഡിയോ വൈറലായി കണ്ടപ്പോഴാണ് പേജിൽ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ കണ്ടത്. പിന്നെ അതിന്റെ നമ്പറും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ്. നീ ഫ്രണ്ട് ലിസ്റ്റിലുള്ളത് ഞാൻ ഓർത്തിട്ടില്ല. നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഹൈദറിനെ അടപടലം പൂട്ടിയിരിക്കും. അല്ല, അത് ഏറെക്കുറെ തീരുമാനമായില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എനിക്ക് മുസ്താഖിനെ എങ്ങനെ അറിയാം, മുസ്താഖിന് ഇന്ന എങ്ങനെ അറിയാം എന്നതുപോലൊക്കെ തന്നെ അറിയാം, അതുപോലെ ഹൈദറിനെ അറിയാം. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നമുക്ക് അറിയാലോ. ആ ഒരു ബേസിലുള്ള പരിചയം. പിന്നെ മാത്രമല്ല, ഒരു പാർട്ടി അനുകൂല നിലപാടും വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു. ഈ പറയുമ്പോഴാണ് ഇതിനെ പറ്റി എന്തൊക്കെ പറയണമെന്നുള്ളത്. എന്നോട് വേറൊരാളിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ അത്ര കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ മുസ്താഖിനോടും ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോഴാണ് ജസ്റ്റ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ എത്രത്തോളായിരിക്കും ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളത്. അതാണ് പറയുന്നത്. ഓനായിട്ട വീഡിയോയില് ഞാൻ ബ്ലാക്ക് മെയിൽ പെട്ടിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് 2 കൊല്ലം മുമ്പാണ് അത്ര മണ്ണാർക്കാടുള്ള ഒരു ജലീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞത്. കമന്റ് ബോക്സിൽ കണ്ടു. 2 വർഷം മുമ്പ് ഹൈദർ ഖാനോട് കാര്യം പറഞ്ഞത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 2 വർഷം മുമ്പൊക്കെ ഇവന് ഏതൊക്കെ രൂപത്തിലുള്ള കളറുകൾ ഇങ്ങനെ പറയുന്നത്. എന്തോ ഒരു മനോരോഗമാണ് സംശയം. എനിക്ക് പൈസ വാങ്ങുന്ന കാര്യമോ അല്ലെങ്കിൽ ഓരങ്ങനെ വാങ്ങുന്നുണ്ടെന്നോ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് കാരണം എന്താ വെച്ചാൽ ആമിദിനെതിരായാലും ഫിറോസിനെതിരായാലൊക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത്. ആമിദിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ശ്രമിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ പുറത്തുവിട്ടുള്ളൂ. ഇത് ബാക്കി വരാണ്ടത്ര. അല്ല, പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവര് നിർത്തിയല്ലോ, മറച്ചിൽ ഇവര് നിർത്തുന്നുണ്ടല്ലോ. ഫിറോസിന്റെ കാര്യമായാലും ഈ ഹാമിദിന്റെ കാര്യമായാലും ആരുടെ കാര്യമായാലും അവര് നിർത്തുകയാണ്, മറച്ചിൽ നിർത്തുകയാണ്. അതിന്റെ ഇടയ്ക്ക് മയിലുള്ളൊരു ജാഫർ ബാക്കോയി എന്ന് പറഞ്ഞ അങ്ങനെ വിഷയത്തെ കുറിച്ച് ഒരുപാട് ആ കേസ് അറിഞ്ഞതോടുകൂടിയാണ് ഞാനത് അതിന്റെ പിന്നാലെയാണ് അന്ന് ഞങ്ങളെ പോക്ക് പോണത്. ഓക്കെ, ആ പോക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോയില്ലേ, ആ പോക്ക് പോണത് ഈ മയ്യിൽ ജാഫറായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത്. ആ സ്ത്രീന്റെ അടുത്തേക്ക്. ഓക്കെ, അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. പിന്നെ പേടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നല്ല. എന്നാൽ ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു എന്നുള്ളതിന് അപ്പുറത്തൊന്നുമില്ല. ഇല്ല, നമ്മൾ ആലോചിക്കലില്ല എന്താ സംഭവിക്കുക അല്ലെങ്കിൽ ഓല എന്തെങ്കിലും ചെയ്യുന്നോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കൂല. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓല ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചാൽ നാട്ടുകാർ അറിയില്ലെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയണില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഈ 100-500 ഹൈദർ എന്നെ പറ്റി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, ആൾക്കാരോട് പൈസ മേടിക്കുന്നുള്ളത്. മുന്നോട്ട് കൊണ്ടേ ആശുപത്രി 100-500 ഞാൻ കാണുന്നവരോട് ഞാൻ ചോദിക്കണ്ട്, എനിക്ക് തരുന്നവരോട് ഞാൻ തിരിച്ചു കൊടുക്കലുണ്ട്, ഞാൻ വാങ്ങലുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ആ ഒരു സാധനം കടം വാങ്ങി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം എന്റെ അടുത്തുള്ളൂ. പൈസ വാങ്ങിയാൽ ഇങ്ങനെ പോവാന്നുള്ളതും പണിയെടുക്കാതെ ജീവിക്കാന്നുള്ളതും ഞങ്ങൾ ചിന്തിക്കണല്ലോ. യൂട്യൂബിലൊക്കെ എഫേർട്ട് എടുത്ത് വീഡിയോ എന്തുകൊണ്ടാണ് അതിന് കിട്ടുന്ന ചില്ലറ കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള ചിന്ത കൊണ്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 10-12 കൊല്ലം പള്ളി ദിവസം പോയി അത് നിർത്തി. പിന്നെ മാത്രല്ല ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള ബേസിൽ പഠിച്ചോണ്ടിരിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പണിക്ക് പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏർപ്പാടിൽ വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണം നിൽക്കും. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് യൂട്യൂബിൽ കിട്ടുന്ന ചില്ലറ വരുമാനം പാർട്ടി വേദികൾ പോകുമ്പോൾ കിട്ടുന്ന പരിപാടിയൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. ഇടയിൽ അത്യാവശ്യം നമുക്ക് അതും വാങ്ങും. പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണ്, ഒന്നീ ജാഫറിന്റെ അടുത്ത് ഇത്ര വാങ്ങാം, അല്ലെങ്കിൽ ആ കേസ് തീരുമാനമാക്കി കൊടുത്താൽ ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങാം. ഇത് കേട്ടതോടുകൂടി ഈ രീതിയിലാണ് അതിന്റെ സാധനം പോകുന്നത് മനസ്സിലാക്കിയോടി കയ്യിൽ പോയി. അവിടെയാണ് എനിക്ക് പാടി. ആ വിഷയം അവരിപ്പോ സംസാരിക്കുന്നില്ല. അപ്പൊ ആരെ ഭാഗത്തുനിന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്തോ ഒരു കേസ് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും വാങ്ങിയിട്ടുണ്ടാവുക ജാഫറിന്റെ അടുത്ത് തന്നെയാവും. ജാഫർ ആൾ ഫ്രോഡ് തന്നെയാ നീ മനസ്സിലാക്കിയത്? ജാഫറിന് എനിക്കൊരു പരിചയമില്ല. എനിക്കും പരിചയമില്ല. എന്റെ നാട്ടിൽ നിന്ന് വളരെ അടുത്താണ്, പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. മൂപ്പരെന്തോ ട്രീറ്റ്മെന്റും ചികിത്സയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. ഈസ്മെന്റ് പരിപാടി അതൊക്കെ അറിയുന്ന ഉസ്താദ് ചെയ്യുന്ന പരിപാടിയാണ്. അതിപ്പോ ഞാൻ പിന്നെ ഉസ്താദാണ്, എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. വാപ്പ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചികിത്സ എന്നുള്ള രീതിയിലല്ല, വീട്ടിലെ ആവശ്യങ്ങളൊക്കെ മറ്റൊരു മന്ത്രിച്ചുള്ള പരിപാടിയൊക്കെ അതുകൂടെ വീട്ടിൽ വാപ്പയും ചെയ്യുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ കാര്യമല്ലേ, ഞാൻ അതൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഇയാളെന്തോ ഈ പിന്നെ പെണ്ണിന്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല പൈസക്കാരനായിരുന്നു, അയാളുടെ കുറെ പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള സാധനമാണത്. കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഇവര് ഐതറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഐതറിന്നിട്ട് അത് പിന്നെ എത്ര 5 കോടി മേടിക്കണമെന്നോ 10 കോടി മേടിക്കണമെന്നൊക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞിട്ടുള്ള കഥകളാണ്. ഇത് കേട്ടത് എനിക്ക് പേടിയായി.
എനിക്ക് പേടിയായി, ഇത് കയ്യിൽ നിന്ന് പോകുമല്ലോ, എവിടെയെങ്കിലും പണി കിട്ടുന്നുള്ള സാധനം വന്നപ്പോ ഞാനത് എന്ത് ചെയ്തു, ഞാൻ ആ കേസ് വിട്ടു. അതാണ് ഉണ്ടായത്. ഇബ്നുസീനന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ബെസ്റ്റ് എന്താ പറയാ, ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു മെഡിക്കേഷൻ സെന്റർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ സാധനം പോലെ അല്ലെങ്കിൽ ഒരു മർമ്മ തെറാപ്പി ടൈപ്പ് ഓഫ് സാധനമാണല്ലോ. അപ്പൊ അതിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ഐദറിനോട് ഇന്ന് ഐദർ ഈ പരിപാടിക്ക് കൂട്ടുന്നതന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഐദറിനോട് ഞാൻ LLBന്റെ എൻട്രൻസ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ LLB ജോയിൻ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ നേരത്തെ എനിക്ക് 19,000 റുപ്യ ആവശ്യമുള്ളപ്പോൾ ഞാൻ ഐദറിനോട് നമ്മൾ ബേസിക്കലി ഏത് ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഐദറിനോട് ചോദിച്ചു. അപ്പൊ ഐദറിനോട് എനിക്ക് 50,000 അല്ലേ, അത് ഞാൻ സംഘടിപ്പിച്ചത് ഇതിന്റെ ഒപ്പം വാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ആ പോക്കില് ഇബ്നുസീന മെഡിക്കേഷൻ സെന്ററിൽ വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ഒരു എത്തിച്ചു. അതാണ് സംഭവം. ഓക്കെ, അങ്ങനെ എത്തിച്ചു. അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു, ഞാൻ ചെയ്യുകയും ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൽ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസന്റെ ഒപ്പം ഒരു മേടിച്ചു എന്നുള്ള സാധനമൊക്കെ പിന്നെ ഒന്ന് അവനെ അങ്ങനെ 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 വിട്ടു, അത്രേ ഉള്ളൂ. ഇവരെത്ര വാങ്ങിയെന്നറിയോ? ഓരോരുത്തർ വാങ്ങി വെച്ചാൽ അതിന്റെ പേരിൽ 1.5 മേടിച്ചിട്ടുണ്ട്. അതില് അബുവേ ഞാൻ ഇവിടെ സത്യം പറയട്ടെ, ഈ ഹൈദർ ശരീരം കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ ബാക്കി വെച്ച കണക്കിൽ 3ാമത്തെ പേര് നീ ആയിരുന്നു. എന്താ വെച്ചാൽ ആ വിഷയം ഞാൻ പുറത്തു വിട്ടാൽ പൊളിറ്റിക്കലമായിട്ടും നിനക്ക് നല്ല ദോഷം ചെയ്യുന്നു. കാരണം ഞാൻ എന്നോട് ആ സമയത്ത് പറഞ്ഞു നീ അതിന് നിൽക്കണ്ട, നിനക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് ഉണ്ട്. കാരണം വെച്ചാൽ നിനക്ക് നല്ല ഭാവിയുണ്ട്, നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താ അറിയാം, നമ്മളെ കേൾക്കുന്ന ആൾക്കാർ, നമ്മളാ തൊള്ളതൊറാണ് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ വിശ്വാസം വെച്ചിട്ട് അവരെ വഞ്ചിക്കുക പറയുന്നത് ഒരു ഭയങ്കര തെറ്റാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഇബ്നുസീനന്റെ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ എന്നുള്ള ബേസോ ഞാനതിൽ പറയുന്നുണ്ട്. ഇതിവിടെ ഭയങ്കര അത്ഭുത കറാമത്തിന്റെ സാധനമൊന്നല്ല, അങ്ങനത്തെ ഒരു വിശ്വാസത്തിന്റെ സാധനം ഇവിടെ അല്ല. ഒന്ന് മാറി എന്നുള്ള രീതിയിൽ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് എനിക്കത് ചെയ്യുമ്പോൾ ഞാനത് ഓരുടെ ഭയങ്കര സംഭവമാക്കി അങ്ങനെയൊന്നുമില്ല. ആ ഒരു രീതി ചെയ്തു, അതവിടെ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതി മാത്രം ചെയ്തു വിട്ടു. അതായിട്ട് ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്തവരൊക്കെ ഞാൻ പറഞ്ഞത് ബേസിക്കലി നിങ്ങൾക്ക് പോയാൽ മെച്ചുണ്ടാവാം, അവിടെ 500 രൂപ ഫീ കൊടുക്കണം, അത്ര ആ രീതിയിൽ അത്രേ ഉള്ളൂ. ജസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്റർ എന്നുള്ള രീതി കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതവിടെ തീരുന്നത് അതൊരു ജസ്റ്റ് സാധനം. അതിന്റെ പേരിൽ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയാനുള്ള ബേസിൽ തന്നെയാണ് ഞാൻ വെച്ചത്. അതൊരു പ്രൊമോഷൻ സാധനം ഞാൻ ചെയ്തു. അതിന്റെ പേരിൽ എത്ര മേടിച്ചു എന്ന് ചോദിച്ചാൽ അത്ര മേടിച്ചു എന്ന് പറയാൻ എനിക്ക് പ്രയാസമില്ലായിരുന്നു. ബാക്കി എന്തെങ്കിലും സാധനത്തില് എന്നെ കണക്ട് ചെയ്യുമെന്നുള്ളത് എന്റെ ടെൻഷൻ ഒരു സാധനത്തിലും ഞാനല്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ മാതിരി ആമിതിന്റെ കേസായാലും ഈ എനിക്ക് അന്നത്തോടുകൂടി വെറുത്തു ചടച്ചുപോയി. പിന്നെന്ന് പറഞ്ഞാൽ പാർട്ടീനെ പൂർണ്ണ ഇന്നെങ്ങനെയാണോ ഒരു ഇന്നങ്ങോട്ട് തിരിക്കുകയാണ് എന്ന് പറയുന്ന സാധനം അല്ലേ കൂടി കൂട്ടിയാൽ നമുക്ക് ഇതിനകത്ത് വേറെ രീതിയിൽ ഇടപെടാം, നമുക്ക് ഭയങ്കര സംഭവമാക്കാം. അതായത് ഇവൻ വിചാരിക്കുന്നത് ഈ ഓൺലൈനിൽ കുറച്ച് ഹാൻഡുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാങ് കൂട്ടമായിട്ട് പല രൂപത്തിലും പ്രവർത്തിക്കുക. ഈ ഗ്യാങ്ങിന് ഒരു ഹെഡ് ഉണ്ട്, ഈ ഗ്യാങ്ങിന് മറ്റൊരു ഹെഡ് ഉണ്ടോ? ഇല്ല, ഹൈദർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ തമ്മിൽ സ്വകാര്യത സംഭാഷണമാണ്, മനസ്സിലാച്ചാൽ മതി. ഈ ഹൈദറും സലീലും ഇവനും ഈ കാസർഗോഡ് ഹാമിദിന്റെ ഒരു വീട്ടിലേക്ക് പോയിട്ടില്ലേ? ആ സമയത്ത് കൂടെ വേറെ ആരുണ്ടായിരുന്നു എനിക്കറിയോ? ഞാൻ സത്യം പറഞ്ഞാൽ അന്നോലെ പോയതിന്റെ ശേഷം വിഷയൊക്കെ അറിയണം. ഈ ഒരു ഗ്യാപ്പില്ലേ, ഓരോ പൈസ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഗ്യാപ്പില്ലേ, തവനൂർ ഇലക്ഷൻ കഴിഞ്ഞ് പോയില്ലേ? തവനൂർ ഇലക്ഷൻ കഴിഞ്ഞ് പോയ സമയത്ത് സലീലിനെ ശരിക്കും പറഞ്ഞാൽ സലീലിന് ബാഡ് ഇമേജ് വന്നു. അപ്പൊ അന്ന് അവിടുന്ന് കേട്ടി പറഞ്ഞു, പിന്നെ അഫ്സലും ഇവരെല്ലാരും കൂടെ പറഞ്ഞിട്ട് അബൂനെ മാത്രം അവിടെ നിർത്തിയാൽ മതി, ഹൈദറിനെയും സലീലിനെയും അവിടുന്ന് പറഞ്ഞേക്കണം, ഇലക്ഷന്റെ ഭാഗമായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബാഡ് ഇമേജ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും എന്നൊരു സാധനം വന്നു. ഞാൻ പിന്നീട് ഒറ്റ അഫ്സൽ പാണക്കാടിനെ പറ്റി ഒരു ദിവസം ഹൈദറിനോട് പറഞ്ഞു മൈരനാണ് അങ്ങനെയാണ് ഇങ്ങനെ മറ്റു ഭാഷ നോക്കുക. ഞാൻ അഫ്സലിന്റെ വൈഫിന്റെ വീട് പോയിരുന്നു, അവർക്ക് ഹൈദർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ വർത്താനാണ്. അതുകൊട്ടെ എന്തായാലും അഫ്സലിനെ ഇവരെ പറ്റി സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാരണങ്ങളോട് അഫ്സൽ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഹൈദറിനെയും സലീലിനെയും മാറ്റണം, ഓലെ നിർത്തരുത്. പിന്നെ ആക്കിയും പറയുന്നു വരുന്നു ഓലെ 3 ആൾക്കാരെ അവിടെ നിന്ന് മാറ്റണം, മാറ്റിയില്ലെങ്കിൽ നമുക്ക് പണിയാവും. പിന്നെ ഇന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിലും പ്രസംഗിച്ച് നടക്കുന്ന ഒരു ഗ്യാപ്പല്ല, ഇവരുടെ കൂടെ നടക്കുന്ന ആളെന്നല്ലല്ലോ. അപ്പൊ അന്ന് എന്നോട് എന്ത് ചെയ്യും, അബൂനെ നിർത്തിയാൽ മതി എന്നുള്ള കൺസെപ്റ്റിൽ വന്നൂര്. ഞാൻ പിന്നെ പ്രസംഗിക്കാൻ പറ്റും പോയി. അന്ന് ശരിക്കും സ്പ്ലിറ്റ് ആയി. അതിന്റെ ശേഷം ഇവര് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൽ വിളിക്കും, അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും. ഞാൻ ഇതിന്റെ അടുത്ത് നമ്മളെ PV അൻവർ സാറെ പേജിൽ ഒരു മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയച്ചായിരുന്നു, കോൺടാക്ട് ചെയ്യാൻ വഴിയുണ്ടോ ഇവരെ കുറിച്ച് അറിയിക്കാനായിരുന്നു. കാരണം PV അൻവറിന്റെ റൂമിൽ പോയതും മുമ്പ് PV അൻവറിനെ കണ്ടതും ഈ ഫിറോസിന്റെ വിഷയത്തിൽ ആ സമയത്ത് ഓഫീസിൽ നിന്നുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചിരുന്നു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും പൊളിറ്റിക്കൽ തലത്തിൽ KT അല്ലെങ്കിൽ PV അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്. അത് നടക്കൂല്ലെന്ന് അറിയില്ല. അതൊക്കെ അറിയിക്കാം. പക്ഷെ എന്താ പറയുക, ഇത് PV അൻവറിനോട് എന്താ വെച്ചാൽ ഇത് പറയുമ്പോൾ അപ്പുറത്തോ ഈ ചങ്ങായി ഇവരോടൊക്കെ നമ്മളെ പറ്റി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി. അതാണ് ഇനി പേടിക്കേണ്ടത്. കാരണം വെച്ചാൽ അങ്ങനെ വിഷയമുണ്ട്. ഹൈദറിന്റെ ഒരു പ്രശ്നം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
PV അൻവറിന്റെ അടുത്ത് കേട്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഒരു ഐഡിയ ഇല്ല. പക്ഷെ കേട്ടിനോട് നമുക്ക് പറയാം, കേട്ടി ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. PV അൻവറിനെ കോൺടാക്ട് ചെയ്യാനാണ് ചെറിയൊരു പ്രയാസം. ഒന്നാമത് ഇവിടെ എറണാകുളം മണ്ഡലത്തിലായിട്ട് ബന്ധപ്പെട്ട് CPI CPM പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നം മുമ്പത്തെ ഇലക്ഷൻ ഒക്കെ ബന്ധപ്പെട്ടൊക്കെ പാർട്ടിക്കാരായിട്ടുണ്ട്. ഈ യാത്രയ്ക്കിടയിൽ ഈ ഗ്രൂപ്പ് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എന്നെ കുറിച്ച് എന്താ ഇവർ പറയുന്നത്? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. ഇല്ല, ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, വെറുതെ പരിഹസിക്കടാ, വെറുതെ ഒരു കണ്ണാപ്പിയാണ് കുട്ടാപ്പിയാണ്, പാൽക്കുപ്പി എന്നല്ല പറയുന്നത്. കാരണം പാൽക്കുപ്പിക്കാരാണെന്ന് ആ രീതിയിൽ ഇങ്ങനെ പറയാ. ഞാൻ പൊതുവെ ഈ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു പോകുന്നു, എന്റെ പഠന കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കണക്റ്റഡ് ആവുന്നു. പക്ഷെ ഇവർ ഇമാതിരി നാറികളാണെന്ന് പിന്നെ മനസ്സിലാവുന്നത്. അത് അത്ര ഭീകരമായിട്ടുണ്ട് മനസ്സിലാവുന്നത് ആ യാത്രയാണ്. ആ യാത്രയോടുകൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് എൻഡുമാണ്. അതിന്റെ ശേഷം പിന്നെ ആ കണക്ഷനും ഇല്ല, വഴിക്ക് പോയിട്ടില്ല. എനിക്ക് തോന്നിയത് ഏറ്റവും ഫ്രോഡ് ആരാ? ഹൈദർ സലീല. ഏറ്റവും ഫ്രോഡ് സലീലാണ്. ഹൈദറിനെ ഈ വഴിക്ക് ആക്കിയത് സലീലാണ്. എന്താ വെച്ചാല് അന്നത്തെ യാത്രയിൽ ഇവര്, ഞാൻ നോർമലി നമ്മുടെ രഹസ്യ സംഭാഷണത്തിന്റെ ഇടയിൽ പറയാനാണ് എനിക്കിതൊക്കെ പറയുമ്പോൾ നല്ല പേടി എന്താ വെച്ചാല്, ഞാൻ പൊതുവെ ഇങ്ങനെ ഒരാളെ പറ്റി ഓല് ചെയ്തൊരു തെറ്റ് പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളായത് മാത്രമാണ് നമ്മൾ ഞാൻ സംസാരിക്കുന്നത്. അല്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊരു സാധനം മനസ്സിലാക്കാനുള്ളൂ. അന്ന് ഇവര്, ഞാൻ പൊതുവെ ഈ പിന്നെ പറ്റി കഞ്ചാവടി കുറിച്ച് പറഞ്ഞല്ലോ, സിഗരറ്റ് നന്നായിട്ട് വലിക്കും. പിന്നെ അന്ന് ഇവര് സ്വാഭാവികമായിട്ടും ഈ ഉപയോഗിച്ച്, ഞാൻ അന്ന് ശരിക്കും അക്കിളി പോയി. ഇവരിങ്ങനെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അറിയണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നിലക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം. രണ്ടാളും. അതുകൊണ്ടാണ് അന്നത്തെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത്. ഒരു സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് 2-3 ദിവസത്തെ യാത്രയാണ്. ഉറങ്ങാതെ ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് ഞാൻ ബാക്കിൽ സീറ്റിൽ ഉറങ്ങുന്ന പോലെ നിന്ന്. പക്ഷെ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഹക്കീം പറയുന്നവരിനെ പൊക്കിക്കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കൊണ്ടുവന്നതുമായിട്ട് പിന്നെ പ്രവർത്തിച്ചതും അതിന്റെ ടോട്ടൽ മാർക്കറ്റിംഗ് സംവിധാനം ചെയ്തതും സലീലാണ്. റൈഹന്റെ കാര്യം അതേപോലെയാണ്, അത് പൂർണ്ണമായിട്ട് സലീലാണ്. പിന്നെ മാത്രല്ല ഈ ഹൈദറിനെ തന്നെ ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് പൈസ വാങ്ങുന്ന സംവിധാനത്തിലൂടെ എത്തിച്ച സലീലാവും എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മനസ്സിലാക്കുന്നത് അത് സലീലാക്കിയതാവും. കാരണം ഹൈദറിന് മെന്റാലിറ്റി ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെ കാര്യം മുമ്പേ, അതായത് 3-4 കൊല്ലം മുമ്പേ കാസർഗോഡ് ബേസ്ഡായിട്ടുള്ള പ്രശ്നത്തിൽ പോലും ഹൈദർ പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പുതിയ റിപ്പോർട്ടിന്റെ അടുത്ത് കിട്ടിയും. അല്ല, ഹൈദർ ചില്ലറ വാങ്ങുന്നുണ്ടാവാം, ചെറിയ ചെറിയ പരിപാടികൾ ഹൈദർ ചിലപ്പോൾ നടത്തി പോന്നിട്ടുണ്ടാവും. പക്ഷെ അതൊരു ആകെ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര പബ്ലിസിറ്റി കൊടുത്ത് പണി കൊടുത്ത് വാങ്ങുന്ന ഒരു സിസ്റ്റം ചിലപ്പം ഹൈദറിൽ എത്തിച്ചവനാവും. സെല്ല അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കുബുദ്ധി ടൈപ്പ് സാധനമാണെന്ന് മനസ്സിലായി. പിന്നെ അന്നത്തെ മനസ്സിലായ വേറൊരു സാധനം, ഫിറോസിന്റെ ആളുകളായിട്ട് ഇപ്പോൾ ഇവർക്ക് കോണ്ടാക്ട് ഉണ്ടെന്നും ഇവർ പറയുന്ന കേസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ ഇവർ വാങ്ങി കൊടുക്കുന്ന രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഫിറോസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പറയണത് ചെയ്തു കൊടുക്കുന്ന രീതിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി. വേറെ ഒന്നും ഹാമിദിന്റെ കാര്യം ഒരു പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ട്. ഹാമിദിന്റെ കയ്യിൽ പൈസ കിട്ടിയതിനെ അറിയോ? എനിക്കറിയില്ല, അതാ ഞാൻ പറഞ്ഞത്. അതിനോട് അന്ന് ഒരു പക്ഷെ അതിന്റെ എൻഡോ പൈസ വാങ്ങുന്ന സ്ഥിതിയൊക്കെ ആകും. അതിനെപ്പറ്റി വല്ലാതെ സംസാരം വന്നിട്ടില്ല. അതൊക്കെയാണ് അതിന്റെ ഒരു സാധനം. പക്ഷെ പറയാം, എന്ത് കൂടെ നടക്കുന്ന ആളുകളെ പറ്റിച്ച് അവർക്ക് പണി കൊടുത്ത് ആ ഒരു രീതിയിൽ അത് ആ കൂട്ടത്തിലൊക്കെ എന്ത് ചെയ്യാം ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറയണം. പാർട്ടിക്കാരാണ്, CPM-ന്റെ ആളുകളാണ്, DYFI-ന്റെ ആളുകളാണ്, സഖാക്കള പരിപാടി. ഞാൻ അത്രയധികം പേരോട് അടുക്കുന്നതിന്റെ 2 കാരണം, ഒന്ന് തവനൂർ ഇലക്ഷനും, 2 പാർട്ടി സമ്മേളനമാണ്, പാർട്ടി കോൺഗ്രസ് കണ്ണൂര്. സെലീലൊക്കെ ശരിക്കും അതിവിദഗ്ധനായിട്ടുള്ള കള്ളനാണ്. എങ്ങനെ എവിടെ പിടിക്കണം അറിയാം. അതായത് സപ്പോർട്ട് കുടുങ്ങുമ്പോ പിന്തുണ ഏത് ഭാഗത്തുനിന്ന് ഉറപ്പിക്കണം, ഇവിടുന്ന് കിട്ടണം. നല്ല ഒന്നാന്തരം പിന്നെ ഓന്റെ ക്രിമിനൽ മൈൻഡാണ്, പുരോഗമന സാധനം ഇതൊക്കെ പറഞ്ഞിതാക്കുമ്പോഴും വീഡിയോ ഒക്കെ ആളുകളെ ഭയങ്കരമായിട്ട് എന്തോ കാണിക്കുന്ന പോലെ. അതിന്റെ കുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവനെതിരെ ഞാൻ 2 വീഡിയോ ചെയ്തു. ആ സമയത്ത് ഓന്റെ കമന്റ് ബോക്സിൽ പൊങ്കാലിയായിരുന്നു. അല്ല, ഫുൾ സപ്പോർട്ട് എനിക്കും. ആ സമയത്ത് ഇവനെന്താക്കി കളമാറ്റി ചോട്ടി വേഗം എന്താക്കി സംഖ്യനെ എടുത്തിട്ട് വീഡിയോ എടുത്ത്. മാത്രല്ല ലസിത പാലക്കലിന് ഞാൻ ലസിതക്കെതിരെ സംസാരിച്ചപ്പം ഇവൻ ലസിതന്റെ അടുത്ത് പോയിട്ട് നമ്മളന്ന് സംസാരിച്ച ഗ്രൂപ്പിലെ വോയിസ് അടക്കം ലസിതക്ക് എത്തിച്ചു കൊടുത്തു. ലസിത എന്നിട്ട് കമന്റ് ഇടുമ്പോ മെൻഷൻ ചെയ്തു താങ്ക് യു മിറർ കേരള. അവിടെ അത് പൊട്ടിപ്പോയി. അതാണ് ഇവരുടെ നിലപാട്. അത് ഓൻ തന്നെ ആവും കൊടുത്ത് നിനക്കറിയുന്നു. അതായത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും ഓനല്ലാതെ പാര കൊടുക്കണം. ഓനോ ഹൈദറോന്നാ ഞാൻ വിചാരിച്ചു. ഞാനാണ് ശരിക്കും അന്ന് വരെ ഗ്രൂപ്പിലില്ലാതെ ആ യാത്രേന്റെ അന്ന് ഗ്രൂപ്പ് കയറുന്നത്. അല്ല, നിന്റെ ആ ഒരു എൻട്രി ഞാൻ ശരിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഞാൻ ആ ഗ്രൂപ്പിലില്ലല്ലോ അതുവരെ. അതുവരെ ആഡ് ആക്കി പിന്നെ ശേഷം
ഈ ബിനുസിന്റെ യാത്രയിൽ ഈ ചക്കനുണ്ടായിരുന്ന ഈ ഫാസിൽ എന്ന് പറഞ്ഞ ചക്കനുണ്ടായിരുന്ന ആ ഫാസിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട് എടുക്ക് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രത്തോളം ഞാൻ വിചാരിച്ചില്ല എന്നോട് മാപ്പെല്ലാം പറഞ്ഞ് ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി. അല്ല ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ലല്ലോ. ഞാൻ എന്താ വെച്ചാല് അന്നത്തെ യാത്രയിലെ വണ്ടി ഇരിക്കുമ്പോഴേ വേറൊരു മാർഗം എനിക്കില്ലേന്നു. വേറൊരു മാർഗം ഇല്ല എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല. കാറ്റിനനുസരിച്ച് തൂറ്റുക എന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ടി വന്നു. അല്ല ഞാൻ എന്താ വെച്ചാല് കുടുങ്ങി പോകുന്ന കഴിഞ്ഞാല് അതൊരു പേടി തന്നെയായിരുന്നു. ഞാൻ അന്നത്തെ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമായിരുന്നു. നല്ല പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ക്രിമിനൽ മൈൻഡാണ്, എന്തും ചെയ്യും, ഒരു സംശയമില്ല എന്നുള്ള ആ രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പൊ പിന്നെ ഓലിന്റെ പൊട്ടനായിട്ട് കൊണ്ടുപോയതിന്റെ പൊട്ടനായി കണ്ടിട്ടാന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കിയ. ഞാൻ ഇതൊന്നും ഫാസിൽ എന്നോട് പറഞ്ഞിരുന്നു അവിടുന്ന് നല്ലോണം കഞ്ചാവ് ഉപയോഗിച്ചത്. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും ഇത് അറിയുന്നില്ലല്ലോ. പിന്നെ ഈ ഫാസിൽ ഒരു പാവാണ്. അത് ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന പോലെ ഡയറക്റ്റ് പ്രതികരിക്കാനോ നേർക്കുനേരെ പ്രതികരിക്കാനോ ഉള്ള ഒരു ധൈര്യമൊന്നുമില്ല. പിന്നെ ഒരു പുതു ഇസ്ലാമിയാണ്, അതിന്റെ പരിമിതികളുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഫാസിലിനെ എങ്ങനെ അന്ന് ആ യാത്രയിൽ പോകുന്ന സമയത്ത് ഇവര് വിളിക്കുന്നുണ്ട് പോരുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്. ഹെഡ് എങ്ങനെയായാലും സെലീലും ഹൈദർ തന്നെയാണ്. ഓരാണ് ഇതിന്റെ മെയിൻ, ഓരന്നെയാണ് മെയിൻ. ഓരുടെ അണ്ടറിലൂടെയാണ് എല്ലാം നടക്കുന്നത്. ഓർക്ക് അനുകൂലമാക്കി എല്ലാത്തിനെയും ഒരു മാറ്റി കൊണ്ടുവരും. എന്നിട്ട് ഓലൊക്കെ അതിനുള്ളിൽ പെടുത്തും. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പെടുമെന്ന് ഞാൻ ശരിക്കും ഉള്ളിലേക്ക് നല്ലോണം പെടുവന്നു. ഇവൻ ഹുസൈനിന്റെ വിഷയത്തിൽ ചെറിയൊരു ഇത് വന്നു എന്നുള്ളൊരു സാധനം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാനൊരു വലിയൊരു പറ്റിയിട്ടുള്ള രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പ്രൊമോഷൻ അതിന് ഞാൻ പൈസ വാങ്ങി എന്നുള്ള രീതിയിൽ ഞാനത് ഇട്ടു, ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞാനത് ഇട്ട് വിട്ടു. പക്ഷെ ഒരു തട്ടിപ്പാന്റെ അടുത്തുനിന്ന് മറ്റൊരിടത്തുനിന്നും ഇതിന്റെ പേരിൽ ആരുടെ പൈസ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി ബേസ് സാധനം ചെയ്ത് അതിന് എടുക്കാനോ എന്നുള്ള അവസ്ഥയൊക്കെ എന്തായാലും ഓരോ കൂടെ കൂടി എത്തിയില്ല. അവിടുന്ന് നിർത്താൻ എനിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ കാതറുപ്പി ചെയ്യുന്ന ചാരിറ്റി ബേസ് സാധനങ്ങളിലൊക്കെ ഇവരുടെ കൈയുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി ഉള്ളൂ. അത് മനസ്സിലാച്ചാൽ മതി. കാര്യം ഒന്നാക്കാൻ പറ്റാൻ നമ്പാൻ വേണ്ടി പറ്റൂല. കാതറായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഇല്ല ഇവർക്ക് വേണമെങ്കിൽ ഇവരെ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയത് ഞാൻ മാത്രം ഈ കാലയളവിൽ ഇവര് ഏതൊക്കെ വിഷയത്തിൽ കൈവച്ചിട്ടുണ്ടോ ആ വിഷയത്തിലൊന്നും ഇവർക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ വരാൻ തുടങ്ങിയോ അവിടെ മുതലാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് മാർക്ക് വരാൻ തുടങ്ങിയത്. ഇനി അത് പറയുമ്പോ പാർട്ടി ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കുറെ KT ജലീലിന്റെയും TV അൻവറിന്റെയും ഒക്കെ കൂടെ നടന്ന് എന്നിട്ട് എന്ത് ചെയ്യാ ഭയങ്കര സംഭവമായി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചാണ്ട് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ വാങ്ങിയിട്ട് ഓല മുതലെടുത്ത് പറ്റിക്കുക, ഓല പൊട്ടന്മാരാക്കുക. അത് എടുത്ത് പറയണം. ആ സാധനം ബേസിക്കലി ആരെ വെച്ചാണോ ആരെ പൊട്ടന്മാരാക്കിയാണ് ഇവര് ഈ കളിക്കണെന്നുള്ളതാണ്. കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഒരു പണിക്കും പോവാതെ, 10 റുപ്യന്റെ പണിക്ക് പോവാതെ എങ്ങനെയാണ് ഹൈദറും സലീലും ജീവിക്കണം എന്നുള്ളതാണ് ചോദ്യം. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടോ, ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടോ വെച്ചാൽ ഹൈദറിന് അതുമില്ല. ഹൈദർ എപ്പോഴും പറയണതാണ്. ഓക്കെ, ഇനി ഹൈദറിന് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ എന്തിന്റെങ്കിലും ബിസിനസിന്റെ രേഖ ഹൈദറിനോട് പുറത്തുവിടാൻ പറയണം. ഒരു ബിസിനസ്സോ ഒരു മാങ്ങണ്ടിയില്ല ഹൈദറിന്, ഒരു കോറിയില്ല, ഒരു തേങ്ങയില്ല, ഹൈദറിന് ഒരു അടുപ്പില്ല. അതാണ് അതിന്റെ സത്യം. ഹൈദർ കുറെ കാലം മറ്റേ ലോറി ഡ്രൈവർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു മറ്റേ ബിസിനസ്. പിന്നെ ലുലു അവിടെ യൂസഫ് അലിനോട് അതൊക്കെ ശരിക്കും എന്താ സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല. ആ സമയത്ത് ഞാനും ഹൈദറും പരിചയമുണ്ട്. അല്ല അത് ശരിക്കും യൂസഫ് അലിന്റെ ഭാഗത്ത് അടി കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടിയിട്ടില്ല, ഇവൻ പറഞ്ഞ പോലെ അടി കിട്ടിയിട്ടൊന്നുമില്ല. അവിടെ അബുവേ ഞാൻ ഇവനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണോ ഫിറോസിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയ ശേഷം ഇവൻ യൂസഫ് അലിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് ഇവൻ ഇതൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് മറുനാടിലൊരു വാർത്ത വന്നിരുന്നു. അവിടെ മുതലാണ് ഹൈദറിനെ ഞാൻ സംശയിച്ചു തുടങ്ങിയത്. കാരണം അതിൽ ഒരു മെസ്സേജ് ഉണ്ട് ചാരിറ്റിക്കാർക്ക്, ഇവനക്ക് അധ്വാനിക്കാൻ പോലും കഴിയില്ല, ഇവനക്ക് പൈസ കിട്ടിയാൽ വീഴും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് ഇവൻ ആ കളി കളിച്ചതെന്ന് എനിക്ക് അന്ന് തോന്നിയതാ. ഈ ഷാജൻ ചക്രിയായിട്ട് ഹൈദറിന് നല്ല വ്യക്തിബന്ധമുണ്ട്. ഞാൻ ജാമിദക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവനും അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഷാജൻ ഉണക്ക് അയച്ച മെസ്സേജ് നിങ്ങളെ പറ്റി ജാമിദ ടീച്ചർ അന്വേഷിച്ചിരുന്നു, എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ട് ആ വോയിസ് എടുക്കാൻ അയച്ചിരുന്നു. അതായത് ഇവർക്ക് സംഘികളെന്നോ ക്രിസംഘികളെന്നോ ഒന്നുമില്ല, ഇവർക്ക് ഇവരുടെ ആശയം ഇവരുടെ പണം മാത്രം ലക്ഷ്യം. അത് എനിക്ക് മനസ്സിലായി. അത് പിന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് ഇവന്റെ ഒരു സാധനം. അതേ പറഞ്ഞ ഹൈദറും സലീലും തന്നെയാണ് ഇതിന്റെ ഹെഡ്, വേറെ അല്ല. ഓരന്നെയാണ് കളിക്കുന്നത്. ഈ നിനക്ക് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ഞാനും എതിർവശത്ത് ഇവരെല്ലാവരും ഒരു വശത്ത്, ഈ ഒരു മത്സരം പുറമേ നിന്ന് നോക്കി കണ്ടെന്ന നിലക്ക് നിനക്ക് ഇവരുടെ വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ടോ? 100%. എങ്ങനെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൽക്ക് നല്ല പണിയായിട്ടുണ്ട്. ഓല് ശരിക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ വെപ്രാളത്തിലാണ് എന്നുള്ളൊരു സാധനം ഉണ്ട്.
എങ്ങനെയാ നിനക്ക് മനസ്സിലായേ? ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. എന്നോട് ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനത്തെ സാധനങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കോളോ എന്തോ വരുമെന്ന്. പക്ഷെ ഇതുവരെ വന്നില്ല. ഏത് മുതൽ ഇവർക്ക് വെപ്രാളം വന്നു തുടങ്ങിയേ? എങ്ങനെ ഇവർക്ക് വെപ്രാളം വരുന്നുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഏത് വിഷയം മുതലാണ് ഇവർക്ക് വെപ്രാളം പൊടിച്ചിട്ടുള്ള എനിക്ക് തോന്നിയത്? അത് ഹാമിദിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ മേടിച്ചു എന്നുള്ളൊരു സാധനല്ലേ ഞാൻ പുറത്തു വിട്ടെ? ആ ചെറിയ ക്ലിപ്പാ? ചെറിയ ക്ലിപ്പ്. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ച് തുടങ്ങിയില്ലേ, അപ്പൊ തന്നെ ഹൈദറിനും സലീലിനും പാളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഹൈദറിന് ഓൾറെഡി ഇതിനെതിരെയുള്ള തെളിവുകൾ, ഓൽക്കെതിരെയുള്ള സാധനങ്ങൾ എല്ലായിടത്തും കൊണ്ടിട്ടിട്ടുണ്ട്. വോയിസ് ആയിട്ട് സലീലിനെതിരെ കുറെ കുറ്റം പറഞ്ഞ് മുസ്താഖിനോട് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഇന്നോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരോട് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തടുത്തുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഓൽക്ക് അനുകൂലമായിട്ട് കമന്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ അധികം ഇപ്പം എന്ത് ചെയ്ത് പോയിട്ട് ഇഷ്ടം പോലെ ഒരുപാട് ആളുകൾ. അല്ല എന്റെ അടുത്ത് അല്ല അത് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ ഫേസ്ബുക്കിന്റെ താഴെ കമന്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവർക്ക് എതിരായിട്ട് തന്നെ കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം പറയുന്ന കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളത് ഉണ്ടല്ലോ, വാസ്തവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറുപടി പറയാൻ അവർക്ക് പറ്റണില്ല. സാധാരണ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരുമ്പോഴേക്കും അപ്പോഴേക്കും അതിന് മറുപടിയും വെല്ലുവിളി ഇടുന്ന ആളാണ് ഹൈദറും പിന്നെ ഈ പറഞ്ഞ പോലെ സലീലും. രണ്ടാളും ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, അതിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. ശരിക്കും പേടിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും മുഷ്താഖൊന്ന് നിർത്തിയാൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം എടുത്തിട്ടിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ പോവാന്ന കാഴ്ചപ്പാടാവും. ഓക്കെ, അപ്പൊ അത് വിടാൻ നിൽക്കണ്ട. പക്ഷെ കാരണം എന്താ വെച്ചാല് ഇതിങ്ങനെ പോയി കഴിഞ്ഞാലും സീൻ തന്നെയാണ്. ആ വീട്ടുകൂടലിന് ഹൈദർ എന്നെ വിളിച്ചിട്ട്, അതായത് ആ യാത്ര കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുകൂടല്. ആ വീട്ടുകൂടലിന്റെ അന്ന് അവിടെ വരാനും അവിടെ ഏതോ ഒരു കുട്ടിയുടെ ചാരിറ്റി കേസ് ചെയ്യാനൊക്കെ ഉള്ള സാധനം പറഞ്ഞു. അന്ന് റേഹ, ഞാന്, സലീൽ ഇങ്ങനെ 4 ആൾക്കാരും കൂടെ കൂടി ചെയ്യാൻ പൈസ വരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് എടുത്തിട്ടേ ഇല്ല. ഞാൻ ഇന്ന് വിട്ടു, ആ കേസ് അതോടുകൂടി വിട്ടു. ഇവരുടെ പ്ലാനുകളൊക്കെ വേറെ രീതിയിലാന്ന് മനസ്സിലായപ്പോൾ പാർട്ടിന്റെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല, അപ്പൊ അതൊക്കെ വിട്ടോ. ഈ ചിത്രകാലം ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്തായി, ഇപ്പോൾ 5,000 10,000 കടം വാങ്ങി നടക്കേണ്ട അവസ്ഥയല്ലേ, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ ആക്കാൻ നോക്കാം. അപ്പൊ ഞാനത് അവിടെ വിട്ടു. ഞാൻ അതോടുകൂടി ആ കേസ് ഷൂട്ടിങ് കോലോട് അപ്പോൾ ഒന്ന് തുറന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ എതിരെതാക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളെതാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ വയ്യ. തൽക്കാലം ഓലോടുന്ന് പോരാ, പിന്നെ ആ ഭാഗം ഒഴിവാക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ബോധപൂർവ്വം എനിക്ക് അത് മാത്രമേ അപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ചെയ്തു. പിന്നെ ഞാൻ ആ ഭാഗമേ വിട്ടു. ഹൈദറിന്റെ പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഈ പറഞ്ഞ പോലെ 40-45 ലക്ഷം റുപ്യ 50 ലക്ഷം റുപ്യെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ ഹൈദർ കെട്ടിയ വീടിന്? ഉണ്ടാവും, എന്തായാലും വന്നിട്ടുണ്ടാവും. ഈ എവിടുന്ന് പൈസ എന്നുള്ളതാണ് ചോദ്യം. കുറ്റി അടിച്ച കറക്റ്റ് ഡേറ്റ് ആ പിന്നെ പ്രൊഫൈൽ നോക്കിയിട്ട് എനിക്കൊന്ന് തപ്പിയെടുക്കണേനു. അല്ല അതെന്തായാലും ഞാൻ പറയാം. ഈ 4-5 കൊല്ലം ഈ 4-5 സോഷ്യൽ മീഡിയയിൽ ഹൈദർ ആക്റ്റീവായി ഇടപെട്ട 4-5 കൊല്ലം, ഒരുപാട് ആൾക്കാർക്കെതിരെ വിമർശനം ഉന്നയിച്ച 4-5 കൊല്ലം, ഓരോ ഘട്ടം അവസാനിപ്പിച്ച് പോകണം. അതാണ് പണി. ആ എടുത്ത പണിക്ക് കിട്ടിയ കൂലിക്കാണ് ആ പെരെടുത്തത്. അല്ല എന്താ, ഒരു പണിക്ക് പോയി എന്ന് പറയാനില്ല. പിന്നെ പാർട്ടി ബന്ധല്ല, പാർട്ടി മെമ്പർ അല്ല, ഡിവൈഎഫ്ഐയിലില്ല, സലീലും ഇല്ല, ഹൈദറും ഇല്ല, പാർട്ടിയായിട്ട് ഒരു കണക്ഷനും ഇല്ല, പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളോ ഔദ്യോഗിക ഒരു ഇതിലും ഇല്ല. പക്ഷെ എന്നാ പറയുമ്പോ എന്താണ്, ഭയങ്കര പാർട്ടി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ്.